അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഓതുന്ന ആളും അവരുടെ കുടുംബവും രക്ഷപ്പെടും. ഓതുന്നവൻ്റെ സർവ്വ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഇല്ലാതെയാക്കും. മാത്രമല്ല, സാമ്പത്തികമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ട് വലിയ ഉയർച്ചയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. അതായത് മരിക്കുന്നതുവരെ അവർക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാത്തുരക്ഷിക്കും. മാനസികമായിട്ട് എപ്പോഴും വലിയ സന്തോഷമായിരിക്കും ഈ സൂറത്ത് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ. മാത്രമല്ല, ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അത്രക്കും മഹത്വമേറിയ ഒരു സൂറത്താണ് ഇത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ പരസ്പരം വലിയ സന്തോഷത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയുമുള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏതൊരു മനുഷ്യനോടും നമ്മൾ നിനക്ക് സമ്പത്താണോ വേണ്ടത്, അല്ല വീട്ടിലുള്ള സമാധാനമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും തിരഞ്ഞെടുക്കുക സമാധാനമാണ്. വീട്ടിലുള്ള സമാധാനമാണ് തിരഞ്ഞെടുക്കുക. കാരണം നമുക്ക് സമ്പത്തിനേക്കാൾ വലുത് സന്തോഷവും സമാധാനവുമാണ്. സന്തോഷവും സമാധാനവും ഇല്ലാതെ, ബർക്കത്തില്ലാതെ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. നമ്മൾ ഈ ലോകത്ത് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റു പല ഉന്നത മേഖലകളിലുമൊക്കെ നമുക്ക് സ്ഥാനമുണ്ടെങ്കിലും, ഒരുപാട് ഉന്നത നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ കയറി ചെല്ലുന്ന നമ്മുടെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അവൻ സീറോയാണ്. ലോകത്ത് എവിടെയും നമുക്ക് സ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ, സമാധാനം ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് സന്തോഷവും സമാധാനവും വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലാണ്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, കാരണം നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തും. അതുപോലെ തന്നെ വീട്ടിലുള്ള ഉമ്മമാർക്ക്, സഹോദരിമാർക്കൊക്കെ അടുക്കളയിലൊക്കെ ഇപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് വളരെ ജോലി കുറവാണ്. കാരണം എല്ലാം ഒരു സ്വിച്ചിട്ടാൽ തയ്യാറാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുമ്പത്തെ കാലത്തെ ആ കുടുംബ സന്തോഷം ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും മരുമക്കളും പേരമക്കളും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി സംസാരിച്ചും തമാശകൾ പറഞ്ഞും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നല്ല ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു വീട്ടുകാരെ പലരും കാണുകയാണെങ്കിൽ അവർക്ക് അസൂയയായിരിക്കും. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു വീട്, കുടുംബം നമുക്ക് കാണാൻ സാധിക്കില്ല. പല വീടുകളിലും ഇന്ന് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമൊക്കെ വളരെ കുറവാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമല്ല, പലരും ഇന്ന് മൊബൈൽ ഫോണും ടിവിയും ഒക്കെ കണ്ട് സമയം കളയും. അവർ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറില്ല, ഐക്യത്തോടു കൂടി ജീവിക്കില്ല. ഇങ്ങനെയാണ് ഇന്നൊക്കെയും നമ്മൾ കണ്ടുവരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അയൽവാസികളുമായിട്ട് ഒരു മൈൻഡും ഉണ്ടാകില്ല, ഒരു ടച്ചും ഉണ്ടാകില്ല. അങ്ങനെയാണ് ഇന്ന് പല ആളുകളും ജീവിക്കുന്നത്. നേരം പുലരുമ്പോൾ അവർ ജോലിക്ക് പോകും, വൈകുന്നേരമായാൽ അവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ പിന്നീട് ആരുടെയും മുഖത്ത് നോക്കാതെ, സംസാരിക്കാതെ അവർ ഒരു റൂമിനുള്ളിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ടിവി, ഇങ്ങനെ അതിൽ സമയം കളയും. ഇത് വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ പൊതുസമൂഹത്തിലും പരസ്പരം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കുറവാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുക, പല വിഷയത്തെക്കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇതൊന്നും ഇപ്പോൾ അങ്ങാടികളിലൊന്നും നടക്കുന്നില്ല. പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആളുകൾ കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരമായിരിക്കും. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. അങ്ങാടികളിൽ ഇരിക്കുകയാണെങ്കിലും അവർ അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് തലകുനിച്ച് അതിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ ഒരു പുഞ്ചിരിയോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇത്. ചെറുപ്പക്കാർ മാത്രമല്ല, ഇപ്പോൾ പ്രായമായവരിലും ഈ ഒരു കാര്യം കണ്ടുവരുന്നുണ്ട്. കാരണം പ്രായമായവരിലൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളൊരു കാലഘട്ടമാണ് ഇത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകാൻ, അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാകാൻ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, വീട്ടിലുള്ള പ്രയാസം മാറാൻ, വീട്ടിൽ നല്ല സമാധാനമുണ്ടാകാൻ, ജീവിതത്തിൽ നല്ല സമാധാനമുണ്ടാകാൻ, വീട്ടിലുണ്ടാകുന്ന ബഹളം, വഴക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷം, വൈരാഗ്യം ഇതൊക്കെയും മാറിക്കിട്ടാൻ, ജീവിതം തന്നെ വലിയ വിജയമുണ്ടാക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ സൂറത്ത് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഓതുക. ഏത് ബാങ്ക് എന്നില്ല, ഏറ്റവും നല്ലത് സുബ്ഹി ബാങ്കിൻ്റെ അല്പം മുമ്പാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ സൂറത്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത്, മഹത്വമുള്ളത്, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഏത് ബാങ്ക് കൊടുക്കുന്ന സമയത്തും അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതിയാൽ ഈ ഒരു ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗം നിങ്ങൾക്ക് നിറവേറ്റി തരും. ഈ സൂറത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്, മഹത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. എല്ലാ പ്രശ്നങ്ങൾക്കും, പ്രയാസങ്ങൾക്കും, പ്രതിസന്ധികൾക്കും പരിഹാരം ലഭിക്കും. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരം ലഭിക്കും ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ. ഇനി ഏതാണ് ആ സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ 86-ാമത്തെ സൂറത്തായ വെറും 17 ആയത്തുകളുള്ള സൂറത്തു ത്വാരിഖ്. ഈ സൂറത്താണ് നിങ്ങൾ ഓതേണ്ടത്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതാണ് സൂറത്ത് എന്നുള്ളത്. മാത്രമല്ല, ഞാൻ സൂറത്തിൻ്റെ പേര് എഴുതി കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൂറത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സൂറത്ത് നിങ്ങൾ ഇതിനു വേണ്ടി ഓതേണ്ടത് 3 പ്രാവശ്യമാണ്. 3 വട്ടം ഓതാൻ ഏറ്റവും ഉത്തമമായ സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹിക്ക് മുമ്പ്, തഹജ്ജുദ് നിസ്കാര ശേഷം ഓതുന്നതാണ്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് ഈ സൂറത്ത് 3 വട്ടം ഓതുക. 3 വട്ടം ഈ സൂറത്ത് ഓതിയതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുക, ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരുന്നതാണ്. ഈ ഒരു സൂറത്ത് നിങ്ങൾ ദിവസവും 3 പ്രാവശ്യം ഓതുകയാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സന്തോഷമല്ലാത്ത, ബുദ്ധിമുട്ടുള്ള, ടെൻഷൻ വരുന്ന, ഡിപ്രഷൻ വരുന്ന ഒരു കാര്യവും, ഒരു പ്രശ്നവും, പ്രയാസവും, പ്രതിസന്ധിയും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ നൽകില്ല. മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും. മറ്റനേകം അനുഗ്രഹങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങളുടെ കുടുംബത്തിലും, നിങ്ങളുടെ സമ്പത്തിലും, നിങ്ങളുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. ബറക്കത്തുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് ചെയ്യും. അത്രക്കും വലിയ മഹത്വമേറിയ ഒരു അത്ഭുത സൂറത്താണിത്. ഈ സൂറത്തിനെ കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനുണ്ടാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ്, അത് ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കാര ശേഷം നിങ്ങൾ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. ദിവസവും പതിവാക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിനെക്കുറിച്ചും ഈ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്കറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് നമുക്ക് ജീവിതത്തിൽ പാരായണം ചെയ്യാൻ, ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ
ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. മരണം വരെ നല്ല ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ബറക്കത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് കൂടാൻ, മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീക്ക് നൽകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.